നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ സംഭവങ്ങളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുകയാണ്. പ്രധാന വാർത്തകൾ ആദ്യം. വീട്ടമ്മയെ പീഡിപ്പിച്ച സംഭവത്തിൽ എം വിൻസെന്റ് MLA ഉടൻ അറസ്റ്റ് ചെയ്യും. വിൻസെന്റ് MLA തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്ന വീട്ടമ്മ പീപ്പിളിനോട് വിൻസെന്റിന് പിന്തുണയുമായി കോൺഗ്രസ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി തിങ്കളാഴ്ച. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ജൂനിയർ നശിപ്പിച്ചതായി അഡ്വക്കേറ്റ് പ്രദീപ് ചാക്കോയുടെ മൊഴി. കേസിൽ അന്വേഷണത്തെ പ്രശംസിച്ച നടൻ വിനായകൻ. കോഴ വിഷയത്തിൽ കലങ്ങി BJP രാഷ്ട്രീയം. 7 ജില്ലാ കമ്മിറ്റികൾ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി കേന്ദ്ര നേതൃത്വത്തിന് പരാതി. കുമ്മനത്തെയും MT രമേശിനെയും മാറ്റിയേക്കും. പത്തനംതിട്ട റാന്നിയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ KV മാത്യു പോലീസ് പിടിയിൽ. 30 കോടിയുടെ തട്ടിപ്പ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ മറവിൽ. സാഹിത്യകാരൻ KP രാമനുണ്ണിക്ക് ഭീഷണിക്കത്ത്. 6 മാസത്തിനുള്ളിൽ മതം മാറിയില്ലെങ്കിൽ കൈയും കാലും വെട്ടുമെന്ന ഭീഷണി. രാമനുണ്ണി പോലീസിൽ പരാതി നൽകി. കോവളം MLA വിൻസെന്റിനെതിരായ വീട്ടമ്മയുടെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പീഡനത്തിനിരയായതായി മൊഴി നൽകിയ വീട്ടമ്മയെ പോലീസിന്റെ ആവശ്യപ്രകാരം വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. മജിസ്ട്രേറ്റിന് വീട്ടമ്മ നൽകിയ മൊഴിപ്പകർപ്പ് ലഭിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. MLA ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി അന്വേഷണ സംഘം സ്പീക്കറുടെ അനുമതി തേടി. തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോവളം MLA എം വിൻസെന്റിനെതിരെ ഇന്നലെ ബലാത്സംഗ കുറ്റം പോലീസ് ചുമത്തിയത്. ഭർത്താവിന്റെ പരാതിയിൽ MLAക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് പോലീസ് ആദ്യം ചുമത്തിയതെങ്കിലും നെയ്യാറ്റിങ്കര മജിസ്ട്രേറ്റിനും അന്വേഷണ ഉദ്യോഗസ്ഥയായ അജിത ബീഗത്തിനും നൽകിയ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIRൽ ബലാത്സംഗം കൂടി ഉൾപ്പെടുത്തിയത്. വീട്ടമ്മയുടെ മൊഴി ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് വൈദ്യപരിശോധന നടത്തി. നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു വൈദ്യപരിശോധന നടത്തിയത്. മജിസ്ട്രേറ്റിന് വീട്ടമ്മ നൽകിയ മൊഴിയുടെ പകർപ്പ് ലഭിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. തെളിവുകൾ ലഭിക്കുന്നതിനായി വീട്ടമ്മയുടെ വസ്ത്രവും മറ്റും അന്വേഷണ സംഘം ഇന്ന് ശേഖരിക്കും. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകിയ ശേഷമാവും എം വിൻസെന്റിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുക. ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി ചോദ്യാവലി അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് വിൻസെന്റ് നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാവും അറസ്റ്റ് വേണമോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കുക. MLAക്കെതിരെ കേസെടുത്തതായ അന്വേഷണ സംഘം സ്പീക്കറുടെ ഓഫീസിനെ രേഖാമൂലം അറിയിച്ചു. നിയമസഭാ സമ്മേളനമോ നിയമസഭാ സമിതി യോഗങ്ങളോ നടക്കാത്തതിനാൽ ചോദ്യം ചെയ്യുന്നതിന് മുൻകൂർ അനുമതി വേണ്ടതില്ലെന്ന പോലീസിന്റെ നിലപാട്. എന്നാൽ MLAയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലീസ് അക്കാര്യം സ്പീക്കറുടെ രേഖാമൂലം അറിയിച്ചേക്കും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. എം വിൻസെന്റ് MLA തന്നെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചെന്ന് വീട്ടമ്മ. സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ കടയിൽ കയറി വന്ന് തന്നെ കടന്നു പിടിച്ചുവെന്നും വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. പോലീസിനും മജിസ്ട്രേറ്റിനും നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പീഡനത്തിനിരയായ വീട്ടമ്മ പീപ്പിൾ TVയോട് പറഞ്ഞു. വിൻസെന്റ് MLA എൻ്റെ കടയിൽ കയറി വന്നു എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും ചങ്കൂറ്റം ബാലരാമപുരത്ത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ കയറി പിടിച്ചു. കടയിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഞാൻ പറഞ്ഞു. ഇതിലും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എം വിൻസെന്റ് MLA സെപ്റ്റംബർ മാസവും നവംബർ മാസത്തിലും 2 ദിവസം എന്നെ എൻ്റെ ചേട്ടനും മോനും ഇല്ലാത്ത സമയം നോക്കി വന്നു എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞു. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. കഴിഞ്ഞ ദിവസം ഹർജിയിന്മേൽ വിശദമായ വാദം നടന്നു. ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. ഗൂഢാലോചനയ്ക്ക് പിന്നിലെ സൂത്രധാരൻ ദിലീപാണെന്നും ജാമ്യം നൽകിയാൽ കേസന്വേഷണത്തെ ബാധിക്കുമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ദിലീപിനെതിരെ തെളിവില്ലെന്നും കേസന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പ്രോസിക്യൂഷനും വാദിച്ചിരുന്നു. ജാമ്യാപേക്ഷ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചതായി അഡ്വക്കേറ്റ് പ്രദീപ് ചാക്കോയുടെ മൊഴി. ജൂനിയറായ രാജു ജോസഫിന് മൊബൈൽ കൈമാറിയെന്നും കത്തിച്ചു കളഞ്ഞെന്നുമാണ് മൊഴി.
അതേസമയം പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ കേസിലെ സുപ്രധാന തെളിവായതിനാൽ ഇതിനായി പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പൾസർ സുനിയുടെ മുൻ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ ഇവ നശിപ്പിച്ചതായി മൊഴി നൽകിയത്. ആലുവ പോലീസ് ക്ലബിലെത്തിയാണ് മൊബൈലും ദൃശ്യങ്ങളും നശിപ്പിച്ചു കളഞ്ഞതായി പ്രതീഷ് ചാക്കോ മൊഴി നൽകിയത്. പൾസർ സുനിയെ ഏൽപ്പിച്ച മൊബൈൽ തന്റെ ജൂനിയറായ രാജു ജോസഫിന് കൈമാറിയെന്നും പിന്നീട് മൊബൈൽ കത്തിച്ചു കളഞ്ഞുവെന്നുമാണ് മൊഴി. എന്നാൽ രാജു ജോസഫിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡ് കണ്ടെത്തിയിരുന്നു. ഇവയിൽ നിന്നും ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് വന്നതിന് ശേഷം തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് പ്രതീഷ് ചാക്കോയെയും രാജു ജോസഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തേക്കും. പ്രതീഷ് ചാക്കോയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറിയോ എന്നും അന്വേഷിക്കും. ഇതിനായി അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. അതിനിടെ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. സുനിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂരിന്റെ ആവശ്യപ്രകാരമാണ് വാദം കേൾക്കുന്നത് മാറ്റിവെച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആക്രമിക്കപ്പെട്ട നടിയുടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചതായുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ DGPക്ക് പരാതി. വാർത്ത ശരിയെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള മെഡിക്കൽ ലീഗൽ സൊസൈറ്റിയാണ് പരാതി നൽകിയത്. ദിലീപ് അറസ്റ്റിലാകുന്നതിന് മുമ്പ് പ്രദർശിപ്പിച്ചെന്നായിരുന്നു വാർത്ത. ഇടപ്പള്ളിയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചെന്നായിരുന്നു വാർത്ത. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ എറണാകുളത്തെ എടപ്പള്ളിക്ക് സമീപമുള്ള ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലാണ് പാഠ്യവിഷയമാക്കിയത്. കേരളത്തിലെ ഒരു പ്രമുഖ മലയാള ദിനപത്രമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളെ ഈ ദൃശ്യങ്ങൾ കാട്ടി പഠിപ്പിച്ചതായും വിദ്യാർത്ഥികൾ ഇക്കാര്യം പുറത്തു പറഞ്ഞതുമായാണ് വാർത്ത വന്നത്. ആശുപത്രിയിലെ ഒരു പ്രധാന ഫോറൻസിക് ഡോക്ടറാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തത്. എന്നാൽ ഇതിനെതിരെ കേരളത്തിലെ മെഡിക്കൽ ലീഗൽ സൊസൈറ്റി രംഗത്ത് വന്നിരിക്കുകയാണ്. ദിലീപ് അറസ്റ്റിലാകുന്നതിന് മുമ്പ് ഈ ദൃശ്യം എങ്ങനെ പുറത്തു വന്നു? അന്വേഷണ ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നതിനിടയിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നുവെന്ന വാർത്ത ഗൗരവകരമായ കുറ്റമാണ്. ഈ ദൃശ്യം എങ്ങനെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ കയ്യിലെത്തി? ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘടന DGPക്ക് പരാതി നൽകിയത്. മാത്രമല്ല, കലാഭം മണിയുടെ മരണം നടന്നത് സ്വാഭാവികമായിരുന്നുവെന്ന് കാട്ടി ഈ ആശുപത്രിയിലെ ഡോക്ടർ രംഗത്ത് വന്നതായും പരാതിയിൽ സൂചിപ്പിക്കുന്നു. വളരെ പ്രമാദമായ ഒരു കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ സ്വകാര്യ ആശുപത്രിക്കും ഡോക്ടർക്കും വളരെ പ്രധാനപ്പെട്ട ഈ ദൃശ്യങ്ങൾ എങ്ങനെ ലഭിച്ചു എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ നിരന്തരം പിന്തുണയ്ക്കുന്ന PC ജോർജിന്റെ നിലപാടിന് പിന്നിൽ PC ജോർജിന്റെ മകനും നടൻ ദിലീപുമായുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധമെന്ന ആരോപണം. യൂത്ത് ഫ്രണ്ട് M ആണ് ആരോപണം ഉന്നയിച്ചത്. സംസ്ഥാനത്ത് എന്ത് വിവാദമുണ്ടായാലും അതിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആരോപണങ്ങളുടെ നേതൃനിരയിലാണ് PC ജോർജിന്റെ സ്ഥാനം. KM മാണിക്കും PJ ജോസഫിനുമെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കേരളം അത് കണ്ടതാണ്. എന്നാൽ സിനിമാ നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന നടൻ ദിലീപിനെ ന്യായീകരിക്കാൻ PC ജോർജ് കൊട്ടേഷൻ ഏറ്റെടുത്തതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. PC ജോർജിനും മകൻ ഷോൺ ജോർജിനും നടൻ ദിലീപുമായുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധമാണ് ജോർജിന്റെ മനംമാറ്റത്തിന് പിന്നിലെന്ന് യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. PC ജോർജ് ഈ ദിലീപ് വിഷയത്തിലല്ലാതെ വേറെ ഏത് വിഷയത്തിലാണ് ഇവിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ, ജനപ്രതിനിധികൾക്കെതിരെ, ഞാൻ പറയുന്നത് സമൂഹത്തിലെ മാന്യന്മാർക്കെതിരെ ആരെങ്കിലും ചെറിയൊരു ആരോപണം പറഞ്ഞാൽ അന്നേരം അയാള് കള്ളനും കൊള്ളക്കാരനുമാണ്, അയാള് പെണ്ണുപിടിയനാണ്, അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്ന് പറയുന്ന ജോർജ് ഈ ഒരു വിഷയത്തിൽ മാത്രം ദിലീപിനെ ന്യായീകരിക്കാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ PC ജോർജാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. PC ജോർജിന്റെ നേതൃത്വം കൊടുക്കുന്നത് ദിലീപിനെ രക്ഷപ്പെടുത്തേണ്ട പുള്ളിയുടെ ആവശ്യം കോടാനുകോടിയുടെ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. PC ജോർജ് ദിലീപ് സിനിമാ മാഫിയ ബന്ധം ദുരൂഹമാണ്. നടൻ ജഗതി ശ്രീകുമാറിന്റെ അപകടത്തിലെ ദുരൂഹതയും കലാഭവൻ മണിയുടെയും ശ്രീനാഥിന്റെയും മരണത്തെക്കുറിച്ച് CBI അന്വേഷിക്കണം. വോട്ടർമാർക്കെതിരെ തോക്കെടുക്കുകയും നിയമസഭാ ക്യാന്റീൻ ജീവനക്കാരന്റെ കർണത്തടിക്കുകയും ചെയ്ത PC ജോർജിന്റെ പാർട്ടിയുടെ പേര് ജനദ്രോഹപക്ഷം എന്നാക്കണമെന്നും യൂത്ത് ഫ്രണ്ട് M ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപിന് ജാമ്യം ലഭിക്കില്ലെന്നാണ് കരുതുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. കോടതി സ്ത്രീപക്ഷ നിലപാട് കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബൃന്ദ പറഞ്ഞു. fact that a person of his stature is in jail today shows that the Kerala government is determined, as the Chief Minister has committed to the women of Kerala particularly, that in every single incident, we want to prevent the incident firstly, we want preventive measures to prevent increasing crimes against women in India, and
At the same time, we want strong action to send a message to those who dare to commit such crimes. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണത്തെ പ്രശംസിച്ച നടൻ വിനായകൻ ദിലീപിന്റെ അറസ്റ്റ് പോലീസിന്റെ മണ്ടത്തരമായി കാണുന്നില്ലെന്നും എല്ലാവർക്കും അവരവരുടെ താൽപര്യങ്ങളുണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ സിനിമാ മേഖലയ്ക്ക് നല്ലതിനെന്നും വിനായകൻ പറഞ്ഞു. പ്രശ്നമല്ലേ, അപ്പൊ പോലീസ് അങ്ങനെ ഒരു പൊട്ടത്തരം ചെയ്യോ? ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇതേപോലെ തന്നെ പൊട്ടത്തരം ചെയ്തിട്ട് പിന്നെ ശരിയാക്കപ്പെട്ടിട്ടുണ്ട്. ശരിയാക്കപ്പെടില്ല, എപ്പോഴും അത് ശരിയാക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമുക്ക് കാണാം. പക്ഷെ ചില ചിഹ്നങ്ങൾ തെറ്റാം. എനിക്ക് ഭാഷയില്ല, ഞാൻ ചിഹ്നങ്ങളിൽ സംസാരിക്കണോണ്ട് ചിഹ്നങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ ഇപ്പോൾ ഒരു ഒരാഴ്ചയായിരുന്നു തോന്നുന്നത്. 10 ദിവസമല്ലേ? ഒരാഴ്ചയായിട്ട് എനിക്ക് വലിയ അപ്ഡേറ്റ് ഇല്ല. ഞാൻ ഇന്നിപ്പോൾ രാവിലെ ചോദിച്ചു, അവാർഡ് ഇത് കിട്ടിയിട്ടില്ലെന്ന് തോന്നണേ. അല്ലേ, ബെയില് കിട്ടിയില്ല പുള്ളിക്ക്. ഇല്ല, എനിക്കറിയില്ല. ഇപ്പത്തെ 3-4 ദിവസമായിട്ട് എനിക്കറിയില്ല എന്താണ്. പ്രായപൂർത്തിയാകാത്ത 2 ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ പൂജാരി അറസ്റ്റിൽ. കഴക്കൂട്ടത്താണ് സംഭവം. കഴക്കൂട്ടം പോലീസാണ് പൂജാരിയെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയ യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശി ശ്രീകാന്തിനെയാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ വേനലവധി കാലത്ത് ശ്രീകാന്തിന്റെ അയൽവാസികളായ വിദ്യാർത്ഥികളെ വീട്ടിൽ വിളിച്ചു വരുത്തി നീലചിത്രങ്ങൾ കാണിച്ച് പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കുകയായിരുന്നു. ആദ്യം ഒരാൺകുട്ടിയെ പീഡിപ്പിച്ച ശ്രീകാന്ത് മധുരപലഹാരങ്ങൾ വാഗ്ദാനം നൽകിയാണ് മറ്റൊരു കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. സ്കൂൾ തുറന്ന ഘട്ടത്തിൽ കുട്ടികളിലുണ്ടായ മാറ്റത്തിൽ സംശയം തോന്നിയ അധ്യാപകർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ഇവർ കുട്ടികളെ കൗൺസിലിംഗിന് വിധേയനാക്കുകയും ചെയ്തപ്പോഴാണ് കുട്ടികൾ തങ്ങൾക്ക് നേരിട്ട പീഡനങ്ങൾ വിശദീകരിച്ചത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ട റാന്നിയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ മറവിൽ 30 കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഷാജി എന്നറിയപ്പെടുന്ന KV മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴഞ്ചേരിയിൽ നിന്നും ആറന്മുള പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇയാളും ഭാര്യ ആനി മാത്യു, ഇവരുടെ മകൻ വിവേക് മാത്യു എന്നിവർ ഒളിവിലായിരുന്നു. റാന്നി ചെറുകോൽ വാഴക്കുന്നത്തു പ്രവർത്തിച്ചിരുന്ന തേവൽവെല്ലിൽ ബാങ്കേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ 400-ൽ പരം പേരിൽ നിന്നായി 30 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഉടമ ഷാജി എന്നറിയപ്പെടുന്ന KV മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈകിട്ട് കോഴഞ്ചേരിയിൽ നിന്നും ആറന്മുള പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഷാജിയും ഭാര്യ ആനി മാത്യു, ഇവരുടെ മകൻ വിവേക് മാത്യുവും ചേർന്ന് നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ശേഷം ഒളിവിൽ പോയെന്നായിരുന്നു നിക്ഷേപകർ പോലീസിലും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തുമടക്കം ശക്തമായ അന്വേഷണം പോലീസ് നടത്തിവരുന്നതിനിടയിലാണ് ഷാജിയെ കോഴഞ്ചേരിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷാജിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പണനിക്ഷേപം, സ്വർണ്ണപ്പണയം എന്നീ ഇനങ്ങളിൽ നിന്നായാണ് ഇവർ കോടികൾ തട്ടിയിരിക്കുന്നത്. നോട്ട് അസാധുവാക്കൽ മൂലം സ്ഥാപനം പ്രതിസന്ധിയിലാണെന്ന് ഇവർ നിക്ഷേപകരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ നിക്ഷേപ തുക വിദേശത്തേക്ക് കടത്തുകയും നാട്ടിൽ വിവിധയിടങ്ങളിൽ ബിനാമി നിക്ഷേപം നടത്തുകയും ചെയ്തെന്നുമാണ് നിക്ഷേപകരുടെ ആരോപണം. പണം തിരികെ നൽകുന്നത് സംബന്ധിച്ച് പോലീസ് മധ്യസ്ഥതയിൽ നേരത്തെ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ഇതിനായുള്ള തീയതിക്ക് മുമ്പ് ഇവർ കടന്നുകളയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മലപ്പുറത്തും BJPയിൽ കോഴ ആരോപണം. BJP മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രശ്മിൽനാഥിനെതിരെ കോഴ വാങ്ങിയെന്ന പരാതി. ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് മഞ്ചേരി സ്വദേശിയിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. മഞ്ചേരി CI രശ്മിൽനാഥിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരാതി അന്വേഷിക്കാൻ BJP മലപ്പുറം ജില്ലാ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. മഞ്ചേരി സ്വദേശിയായ ഔസേപ്പിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് BJP മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രശ്മിൽനാഥ് കൈക്കൂലി വാങ്ങിയത്. ബാങ്ക് ജോലിക്കുള്ള റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മകന് വേണ്ടി ജോലി വേഗത്തിൽ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞായിരുന്നു കോഴ. 10 ലക്ഷം രൂപയുടെ തട്ടിപ്പു കേസായതിനാൽ CI നേരിട്ട് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. BJP നേതാക്കൾ ഇടപെട്ട് കേസൊതുക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇതിനിടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ നേരിട്ട് കമ്മിറ്റിക്ക് പരാതി നൽകിയതോടെ പരിഗണിക്കാതിരിക്കാൻ ജില്ലാ കമ്മിറ്റിക്കു കഴിഞ്ഞില്ല. 2 അംഗ അന്വേഷണ കമ്മീഷനെ ഇതിനായി BJP ചുമതലപ്പെടുത്തി. പരാതിയെക്കുറിച്ച് ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയെയും ധരിപ്പിച്ചിട്ടുണ്ട്. കേസിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പറയരുതെന്നും പണം പൂർണ്ണമായും തിരിച്ചു നൽകാമെന്നും നേതാക്കൾ ഔസേപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് രശ്മിൽനാഥ്.
KT സാലിഹ്, മലപ്പുറം. മെഡിക്കൽ കോളേജ് കോഴയ്ക്ക് പിന്നാലെ ജില്ലാ കമ്മിറ്റികളും സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതി BJP സംസ്ഥാന ഘടകത്തിന് വലിയ തിരിച്ചടിയാകുന്നു. 7 ജില്ലാ കമ്മിറ്റികൾക്കെതിരെയാണ് കേന്ദ്ര നേതൃത്വത്തിന് പരാതി ലഭിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തിൽ അടിത്തറ ഇളകിയ BJP കേരള ഘടകത്തെ പ്രതിരോധത്തിലാക്കി കൂടുതൽ അഴിമതി ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് നടന്ന ദേശീയ കൌൺസിൽ യോഗ നടത്തിപ്പിലടക്കം അഴിമതി നടന്നുവെന്ന പരാതികൾ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇതടക്കം 7 ജില്ലാ കമ്മിറ്റി നേതാക്കൾക്കെതിരെ കേന്ദ്രത്തിന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലാ കമ്മിറ്റികൾക്കെതിരെയാണ് കേന്ദ്രത്തിന് പരാതികൾ ലഭിച്ചിട്ടുള്ളത്. തൃശൂർ, കൊല്ലം ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെയും പരാതി പോയിട്ടുണ്ട്. എല്ലായിടത്തും സാമ്പത്തിക ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. കോഴിക്കോട് നടന്ന ദേശീയ കൌൺസിൽ യോഗ നടത്തിപ്പിലെ അഴിമതി അന്വേഷിക്കാൻ കേന്ദ്ര നേതാക്കൾ കേരളത്തിലെത്തും. കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിനിടയിലാണ് അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. ഇത് BJP കേരള നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിനു പിന്നാലെ സംസ്ഥാന BJP നേതൃത്വത്തിന്റെ മുഴുവൻ സാമ്പത്തിക ക്രമക്കേടുകളിലും ദേശീയ നേതൃത്വം അന്വേഷണം ആരംഭിച്ചു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെട്ട സമിതിക്കാണ് അന്വേഷണ ചുമതല. ഇടനിലക്കാർ സതീഷ് നായരും സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും തമ്മിലുള്ള ബന്ധവും ദേശീയ നേതൃത്വം പരിശോധിക്കും. കോടികളുടെ കോഴ ഇടപാട് BJP ദേശീയ നേതൃത്വത്തെ വൻ പ്രതിരോധത്തിലാക്കി. ഈ പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര നേതൃത്വം തയ്യാറായത്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള H. രാജ, കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, രാജീവ് പ്രതാപ് റൂഡി എന്നിവർ കോഴ വിവാദം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. BJP സംസ്ഥാന നേതൃത്വം നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളും കേന്ദ്രം പരിശോധിക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ കേരള സന്ദർശന വേളയിലും BJP സംസ്ഥാന നേതൃത്വം വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. MT രമേശ് പ്രതിക്കൂട്ടിലായ ഉൾപാർട്ടി റിപ്പോർട്ട് ചോർന്നതിൽ മുൻ അധ്യക്ഷൻ V. മുരളീധരന്റെ പങ്കും കേന്ദ്ര സമിതിയുടെ അന്വേഷണ പരിധിയിൽ വരും. റിപ്പോർട്ട് V. മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള K. സുഭാഷ് വഴി ചോർന്നുവെന്നാണ് ദേശീയ നേതൃത്വം സംശയിക്കുന്നത്. കോഴ നൽകിയ രാകേഷ് ശിവരാമന് കുമ്മനം രാജശേഖരനുമായുള്ള ബന്ധങ്ങളും അന്വേഷിക്കും. ഇടനിലക്കാരൻ സതീഷ് നായർ മുഖാന്തരം സംസ്ഥാന നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളവർ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സതീഷ് നായരുടെ സഹോദരൻ അയ്യപ്പദാസിനെയാണ് കുമ്മനം സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തപ്പോൾ വിശ്വ ഹിന്ദു നേതൃത്വം ഏൽപ്പിച്ചത്. ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷകളെല്ലാം കോഴ വിവാദത്തിൽ തച്ചു തകർത്ത സാഹചര്യത്തിൽ സംസ്ഥാന നേതൃമാറ്റമാണ് കേന്ദ്രം കാണുന്ന ഉടനടിയുള്ള പരിഹാരം. മനുശങ്കർ, ദില്ലി. അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹാഷിഷ് ഓയിൽ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. കുപ്പിയിലാക്കിയ ഹാഷിഷ് ഓയിൽ എറണാകുളം സ്വദേശികൾക്ക് കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊന്നത്തടി സ്വദേശികളായ 2 പേർ പോലീസിന്റെ പിടിയിലാവുന്നത്. മുരിക്കാശ്ശേരി പവനാത്മ കോളേജിന് സമീപത്തു നിന്നാണ് ഹാഷിഷ് ഓയിലുമായി 2 പേരെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടിയത്. കൊന്നത്തടി സ്വദേശികളായ അരിക്കുന്നൽ സജീവ്, അരിക്കുന്നൽ ബാബു എന്നിവരാണ് പിടിയിലായത്. ഇവർ കയ്യിൽ സൂക്ഷിച്ചിരുന്ന 600 ഗ്രാം ഹാഷിഷ് ഓയിലും നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു. ഇന്ത്യൻ വിപണിയിൽ ഏകദേശം 1 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഈ ഹാഷിഷ് ഓയിലിന് വിദേശ വിപണിയിൽ ഏകദേശം 50 ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് കണക്കാക്കുന്നത്. മുരിക്കാശ്ശേരി മേഖലയിലൂടെ ഹാഷിഷ് കടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് സംഘം നിരീക്ഷണം നടത്തി വരുന്നതിനിടയിൽ സംശയാസ്പദമായി കണ്ട പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇരുവരും വലയിലായത്. കുപ്പിയിലാക്കിയ ഹാഷിഷ് ഓയിൽ കുടയോട് ചേർത്ത് ഒളിപ്പിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. പിടിയിലായെന്ന് മനസ്സിലായതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ നാർക്കോട്ടിക് സംഘം കീഴ്പ്പെടുത്തി. എറണാകുളത്തു നിന്നും ഹാഷിഷ് ഓയിൽ വാങ്ങാനെത്തുമെന്ന് അറിയിച്ചിരുന്ന ഇടനിലക്കാരന് വേണ്ടി പ്രതികൾ കാത്തുനിൽക്കുകയായിരുന്നുവെന്ന് നാർക്കോട്ടിക് അധികൃതർ പറഞ്ഞു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടറായ G. വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. യുവാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊല്ലുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മഹാരാഷ്ട്രയിലെ ദുലൈ നഗരത്തിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ 2 ദിവസം മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ധുലൈ നഗരത്തിലെ ഒരു കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് റഫീഖുദ്ദീൻ എന്ന യുവാവിനെ ഒരു സംഘം പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. 11 അംഗ സംഘമാണ് കൊല നടത്തിയത്. കടയ്ക്ക് പുറത്തേക്ക് വലിച്ചിട്ട് ആക്രമികൾ യുവാവിനെ വെട്ടിനുറുക്കുകയായിരുന്നു. 30ഓളം മുറിവുകളാണ് റഫീഖുദ്ദീന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. കൊല നടത്തിയതിന് പിന്നാലെ കൊലയാളി സംഘം ബൈക്കിൽ രക്ഷപ്പെടുന്നതും CCTVയിൽ വ്യക്തമാണ്. സംഭവത്തിൽ ഇതുവരെയും ആരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല. കൊല്ലപ്പെട്ട റഫീഖുദ്ദീൻ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഗുണ്ടകളിൽ ഒരാളാണെന്നാണ് പോലീസ് പറയുന്നത്. നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നും ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാകാം കൊലപാതകത്തിന് പിന്നിലെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് ഡെസ്ക്. മലപ്പുറത്ത് വീണ്ടും ലഹരിവേട്ട. DJ പാർട്ടികളിൽ ഉപയോഗിക്കുന്ന LSDയുടെ 14 സ്ട്രിപ്പുകളുമായി മലപ്പുറം വളാഞ്ചേരി സ്വദേശി പിടിയിൽ.
നാർക്കോട്ടിക് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. വളാഞ്ചേരിയിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതിയെ കുടുക്കാനായത്. ജില്ലയിൽ ലഹരി പെരുകുന്നുവെന്ന വിവരത്തെ തുടർന്നുള്ള ജാഗ്രതയിലായിരുന്നു ഉദ്യോഗസ്ഥർ. ഗോവയിൽ നിന്നാണ് പിടിയിലായ വളാഞ്ചേരി സ്വദേശി മുഹമ്മദ് സാദിഖ് LSD മലപ്പുറത്തെത്തിച്ചത്. 14 സ്ട്രിപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഒരു സ്ട്രിപ്പിന് 3000 രൂപയ്ക്ക് മുതലാണ് കൈമാറുന്നത്. മലപ്പുറത്ത് ആദ്യമായാണ് LSD പിടികൂടുന്നതെന്ന് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റാമ്പിൻ്റെ 4/1 ഭാഗം മാത്രം ഉണ്ടാകും. അത് ഇളക്കി നമ്മുടെ നാവിനടിയിലോ നാവിന് മുകളിലോ വെച്ച് പതുക്കെ ലയിപ്പിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളെയാണ് സംഘം ലക്ഷ്യമിടുന്നത്. മലപ്പുറത്തും കോഴിക്കോട്ടും വിപണനം നടത്തുന്ന ശൃംഖലയിലെ കണ്ണിയാണ് പിടിയിലായ സാദിഖ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തിരുവനന്തപുരം ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ ചിമ്മിനി ഇടിഞ്ഞു വീണു. ഒരാൾ മരിച്ചു. മറ്റൊരാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂട്രലൈസേഷൻ പ്ലാന്റാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കെട്ടിടത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. ട്രാവൻകൂർ ടൈറ്റാനിയത്തിന്റെ ന്യൂട്രലൈസേഷൻ പ്ലാന്റാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ജീവനക്കാരൻ കണ്ണൂർ സ്വദേശി ഹരീന്ദ്രനാഥ് മരിച്ചു. പരിക്കേറ്റ കരാർ ജീവനക്കാരൻ ചാക്കോ എന്ന സരോഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഇക്കാര്യം പരിശോധിക്കുമെന്ന് പോലീസ് കമ്മീഷണർ അരുൾ ബി കൃഷ്ണ അറിയിച്ചു. കോൺട്രാക്ടറിന്റെ ഒരു കേസും എന്തോ നിലനിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഫയർ ആൻഡ് സേഫ്റ്റി ആൾക്കാരുടെ സഹായത്തിലും നോക്കുന്നുണ്ട്. ഇത് എന്താണ് ആ സ്ട്രക്ചറിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ള വശം നോക്കുന്നുണ്ട്. നെഗ്ലിജൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് നോക്കുന്നുണ്ട്. അപകടം പുലർച്ചെയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. പ്ലാന്റിൽ 4 ജീവനക്കാർ മാത്രമാണ് അപകട സമയത്ത് ജോലിയിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് വടകരയ്ക്കടുത്ത് തോടന്നൂരിൽ CPIM ഓഫീസ് കത്തിച്ചു. തോടന്നൂർ ബ്രാഞ്ച് ഓഫീസായ മത്തായി ചാക്കോ മന്ദിരമാണ് അക്രമികൾ കത്തിച്ചത്. ഓഫീസ് പൂർണ്ണമായും കത്തി നശിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വടകരയിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തിയാണ് തീ അണച്ചത്. അക്രമത്തിനു പിന്നിൽ മുസ്ലിം ലീഗാണെന്ന് CPIM നേതൃത്വം ആരോപിച്ചു. വടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അക്രമത്തിൽ പ്രതിഷേധിച്ച് CPIM തോടന്നൂരിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അട്ടപ്പാടി കുറുക്കൻകൊണ്ടിയിൽ വനം കയ്യേറി കൃഷി ചെയ്ത എന്നാരോപിച്ച് 10,000-ഓളം നേന്ത്രവാഴ വനം വകുപ്പ് വെട്ടിനശിപ്പിച്ചു. എന്നാൽ പട്ടയഭൂമിയിലെ കൃഷിയാണ് വനം വകുപ്പ് നശിപ്പിച്ചതെന്നും നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് കർഷകർ ജീവനക്കാരെ ഉപരോധിച്ചു. 2 ലക്ഷം നഷ്ടപരിഹാരം നൽകാമെന്ന തഹസിൽദാരുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കയ്യേറ്റമൊഴിപ്പിക്കാനെന്ന പേരിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്ത നടപടിയാണ് കർഷക പ്രതിഷേധത്തിന് കാരണമായത്. വനഭൂമി എന്നവകാശപ്പെട്ട് ഉദ്യോഗസ്ഥർ ഇവിടുത്തെ 10,000-ഓളം നേന്ത്രവാഴകൾ വെട്ടിനശിപ്പിച്ചു. ഇതേ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പട്ടയഭൂമിയിലെ കൃഷിയാണ് വനംവകുപ്പ് നശിപ്പിച്ചതെന്നും നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് മണ്ണാർക്കാട് DFO ഉൾപ്പെടെ വനംവകുപ്പ് ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞു. 4 മാസം വളർച്ചയെത്തിയ നേന്ത്രവാഴകൾ വെട്ടിനശിപ്പിച്ചതിനെ തുടർന്ന് 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു. കുറുക്കൻകുണ്ട് സ്വദേശികളായ വിൻസെന്റ്, കുഞ്ഞുമോൻ എന്നിവർ സ്ഥലം പാട്ടത്തിനെടുത്തായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഈ സ്ഥലത്തിന് 5 വർഷം മുൻപ് വരെ കള്ളമല വില്ലേജിൽ നികുതി സ്വീകരിച്ചിരുന്നു. കർഷകർ ജീവനക്കാരെ തടഞ്ഞതോടെ മണ്ണാർക്കാട് തഹസീൽദാർ, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പോലീസ് എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് തഹസീൽദാർ കർഷകർക്ക് രേഖാമൂലം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിച്ചത്. എന്നാൽ സ്ഥലം വനഭൂമിയാണെന്ന നിലപാടിലാണ് വനം വകുപ്പ്. പ്രദേശത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് 1974 മുതൽ വനം, റവന്യൂ വകുപ്പുകൾ തമ്മിൽ തർക്കത്തിലാണ്. പ്രശ്നം ചർച്ച ചെയ്യാൻ വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ജില്ലാതല മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.